ഈ ഒരു ഗർഭകാലം കുറച്ച് കഠിനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അപേക്ഷിച്ചിട്ട്. ആദ്യത്തേനായാലും ഇതിനായാലും ഛർദിയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കൊന്നും ഈ ഛർദി പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. ആ പാരമ്പര്യം ഞാനും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ചിലവർ പറയും ഛർദ്ദിച്ചാൽ പെൺകുട്ടി ഛർദ്ദിച്ചില്ലെങ്കിൽ ആൺകുട്ടി എന്നൊക്കെ. ആ തിയറി എന്തല്ല എൻ്റെ വീട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ് ഞങ്ങൾ. എൻ്റെ അമ്മയ്ക്ക് ഛർദി ഉണ്ടാകുന്നില്ല. എൻ്റെ ചേച്ചിക്ക് 2 ആൺകുട്ടികളാണ്, അവൾക്കും ഛർദി ഉണ്ടാകുന്നില്ല. എൻ്റെ മൂത്തൊന്നും ആൺകുട്ടിയാണ്, എനിക്കും ഛർദി ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ തിയറി എന്തല്ല എൻ്റെ വീട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല കേട്ടോ. പറയാൻ വന്ന മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഗർഭകാലത്ത് ഞാൻ ജോലിക്ക് പോയിരുന്ന കാരണം എനിക്ക് എൻ്റെ വീട്ടിലായിരുന്നു സൗകര്യം ജോലിക്ക് പോകാനൊക്കെ. അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട ടാസ്ക് എനിക്ക് വന്നിട്ടില്ല. ഫുഡ് എന്നല്ല, വേറെ പണിയെടുക്കേണ്ട ആവശ്യമേ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വിചാരിച്ച് എനിക്ക് എന്തായാലും സിസേറിയൻ എന്നാണ് എൻ്റെ അമ്മ വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. ആ സുഖപ്രസവം എന്ന വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീട് വെച്ച് മാറിയ കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ടാസ്ക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ. എന്നാലും ചേട്ടനൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിച്ചു തരും കേട്ടോ.